വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പത്തനംതിട്ട നഗരസഭ 18-ാം വാർഡ് കല്ലറക്കടവ് സ്ഥാനാർത്ഥി കെ സുരേഷ് പ്രചാരണം അവസാനിപ്പിച്ചത്. നഗരസഭാ ഭരണം വീണ്ടും പിടിക്കുമെന്ന് സ്ഥാനാർത്ഥി കെ സുരേഷ് കുമാർ പറഞ്ഞു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് പത്തനംതിട്ട നഗരസഭയിലെ 18-ാം വാർഡിലെ കല്ലറക്കടവിലെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി കെ സുരേഷ് കുമാർ തന്റെ തെരഞ്ഞെടുപ്പ് കെ സുരേഷ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് ആക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ആത്മവിശ്വാസം എങ്ങനെയാണ് വരുന്നത് ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക്? ഈ 30 വർഷമായിട്ട് ഇവിടെ UDFന്റെ കൗൺസിലർമാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങുകയും ഞാൻ അവരിൽ ഒരാളായിട്ടുള്ള ആ വാർഡിലെ ജനകീയനായിട്ടുള്ള ഒരാളായതുകൊണ്ട് എൻ്റെ പ്രവർത്തനം വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ആദ്യ അവസരങ്ങളിൽ എനിക്കൊരു 3-ാം സ്ഥാനം എന്നൊക്കെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ ഇപ്പം വളരെ അങ്കലപ്പാട് അവിടെ ഓടി നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അവരെന്നെ 2-ാം സ്ഥാനത്തേക്ക് എത്തിക്കുകയും എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ അതിലും മുകളിലാണ് ഇന്നത്തെ എൻ്റെ ഈ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ ആളുകൾ സംബന്ധിച്ചതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ വിജയം സുനിശ്ചിതമാണെന്ന് തന്നെ എനിക്കിപ്പോൾ പറയാൻ കഴിയും. പ്രത്യേകിച്ച് ഈ സംസ്ഥാനം അതല്ലെങ്കിൽ ജില്ല ഉറ്റുനോക്കുന്ന ഈ വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ നഗരസഭാ ചെയർമാനോട്ട് മത്സരിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ BJPയുടെ പ്രബലമായ ഒരു സ്ഥാനാർത്ഥി. പാർട്ടി എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവസാന ഘട്ടത്തിൽ ഓരോ വോട്ടർമാരെ കാണുമ്പോഴുള്ള ആത്മവിശ്വാസം എങ്ങനെയാണ് സുരേഷിന് വരുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നൽകിയിട്ടുള്ള ജനക്ഷേമകരമായ പദ്ധതികളാണ് ഏറ്റവും വിലപ്പെട്ടതായിട്ട് ഇപ്പം നമുക്ക് അനുഭവപ്പെടുന്നത്. അതായത് ഓരോ വീട്ടിലും ജനക്ഷേമകരമായ ഒരു പദ്ധതിയെങ്കിലും ഇല്ലാത്ത ഒരു വീടുകൾ പോലും ഈ വാർഡുകളില്ല. അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അതിൽ വലിയൊരു നേട്ടം ഇനിയും അവർക്ക് കൂടുതൽ കൊടുക്കാമെന്നാണ് കഴിഞ്ഞത്. നമുക്ക് തന്നെ അറിയാമല്ലോ, 1600 രൂപയുടെ പെൻഷൻ 2000 ആക്കി വാങ്ങിക്കുന്ന ആ കൈകളിലെ ആ സ്നേഹവും സന്തോഷവും ഒക്കെ ഓരോ വീടുകളിൽ ചെന്നപ്പം നമുക്ക് അനുഭവപ്പെടുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നണി കാണുന്നതും. അതുപോലെ തന്നെ നമ്മുടെ 5 വർഷ ഭരണകാലയളവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴിലുള്ള അഡ്വക്കേറ്റ് സർക്കീർ ഹുസൈന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ നഗരസഭയുടെ ഭരണം ഈ കാലയളവ് കണ്ടെത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വലുതായിരുന്നു. അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒരു ലഘു പുസ്തകമായിട്ട് അയച്ചിട്ടുണ്ട്. അത് മാത്രം വായിച്ചാൽ തന്നെ എൻ്റെ വിജയത്തിലേക്ക് തരുന്ന വോട്ടുകളായിരിക്കും ആ പുസ്തകത്തിലൂടെ അവർ വായിച്ച് മനസ്സിലാക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് അവർ തന്നിട്ടുള്ള സ്നേഹത്തിന് ഇതിൽ പരം ഒരു എനിക്ക് അതിനെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനിയും വരുന്ന 9-ാം തീയതി തെരഞ്ഞെടുപ്പിൽ അവർ വന്ന് വോട്ടുകൾ രേഖപ്പെടുത്തുക എന്ന് മാത്രമേ അതിനകത്ത് ഇനിയും എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി കെ സുരേഷ്. അദ്ദേഹം വിജയിച്ചു വരും. അതായത് LDFന്റെ ഒരു ഭരണം നഗരസഭയിൽ തുടർച്ച ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തോടെ കല്ലറക്കടവിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.